പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, പ്രത്യേകിച്ച് മനുഷ്യരാശിയുടെ വെളിച്ചം കണ്ട് സന്തോഷിക്കുന്നവരെ സ്വാഗതം. ഇന്ന് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, വിലമതിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അഡ്വക്കേറ്റ് ആണ്. പേര് സന്തോഷ് കണ്ടങ്കര എന്നാണ്. അദ്ദേഹം വക്കീലാണെങ്കിലും ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള, അല്ലെങ്കിൽ സ്നേഹവും നീതിയും സത്യവും മനുഷ്യ മാഹാത്മ്യവും ഉൾക്കൊള്ളുവാൻ വിശാലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അദ്ദേഹം കവിയാണ്. വക്കീലന്മാരുടെ ഇടയിൽ അധികം കവികളെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കപിൽ സിബൽ എന്നുള്ളത്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കപിൽ സിബൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഇന്ത്യയുടെ ഒരു വക്കീല്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. കേരള ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. അദ്ദേഹം പ്രസിദ്ധീകരിച്ച കവിതകളുടെ സമാഹാരം എനിക്ക് അദ്ദേഹം സമ്മാനിച്ച ഈ സമയത്ത് ഓർമ്മ വരുന്നു. അപ്പോൾ കപിൽ സിബൽ കഴിഞ്ഞാൽ പിന്നെ ഈ ഗണത്തിൽ പെടുത്താനായി ഞാൻ അറിയുന്ന ഏക വ്യക്തി സന്തോഷാണ്. സന്തോഷിന് എനിക്ക് അനേക വർഷങ്ങളായി പരിചയമുണ്ട്. സന്തോഷിന്റെ മകൻ എൻ്റെ മകനെ പോലെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്നെ സ്നേഹിക്കുന്ന ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് കൂട്ടായ്മയിലെ അംഗങ്ങൾ പരിചയപ്പെടണം എന്ന ഒരു താല്പര്യം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേര് സന്മനസ്സുള്ളവർക്ക് അശാന്തി എന്നുള്ളതാണ്. സന്മനസ്സുള്ളവർക്ക് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ ഒക്കത്തില്ല എന്ന് അദ്ദേഹം പറയുന്നതിനോട് യോജിക്കാതിരിക്കാൻ അനുഭവം കൊണ്ട് എനിക്ക് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ കവിതയിൽ കൂടെ ആത്മാവിൻ്റെ സംഗീതം മറ്റുള്ളവരിലേക്ക് പകരാനായി ശ്രമിക്കുന്ന ഒരു വ്യക്തി. ഞാൻ കവിതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത, കവിത ഒരു ഭാഷയുടെ വെളിച്ചമാണ്. പോയട്രി ഈസ് ദ ലൈറ്റ് ഓഫ് എ ലാംഗ്വേജ്. മനുഷ്യന്റെ എന്താണ് പറയുന്നത്, സാമൂഹ്യ ജീവിതത്തിന്റെ വെളിച്ചമാണ് നീതിബോധമെന്ന്. ആ നീതിബോധത്തെ നിലനിർത്താനായി മനുഷ്യൻ നിർമ്മിക്കുന്ന പരിമിതമായ ഒരു ഉപാധിയാണ് നിയമം എന്നുള്ളത്. അപ്പൊ നിയമത്തിൽ കൂടെയും അല്ലെങ്കിൽ നിയമത്തിൽ കൂടെ നടത്തുന്ന നീതി അന്വേഷണത്തിൽ കൂടെയും ഭാഷയുടെ വെളിച്ചമായ കവിതയിൽ കൂടെയും വെളിച്ചത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ഞാൻ സന്തോഷിനെ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കവിതാ സമാഹാരം നിങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം. കഴിയുമെങ്കിൽ ഒന്ന് വാങ്ങിച്ച് വായിക്കണം. ഇതിൻ്റെ മുഖക്കുറിയായി എൻ്റെ ഒരു ഉത്തമ സുഹൃത്തായിരുന്ന നമ്മുടെ പേരിൽ പറഞ്ഞല്ലോ, പാലാ കെ മാത്യു, ക്ഷമിക്കണം പ്രായം ചെന്നതിൻ്റെ പ്രയാസങ്ങൾ. പാലാ കെ മാത്യു, അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്ന കാലം അത്രയും ഡൽഹിയിൽ ഞങ്ങൾ വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. മിനിസ്ട്രി ടു പാർലമെന്റേറിയൻസ് എന്ന എൻ്റെ ദൗത്യത്തിൽ അദ്ദേഹം ഗണ്യമായ സംഭാവനകൾ നൽകിയിരുന്നു, എന്നെ സഹായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ മുഖക്കുറി എഴുതിയത് എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ അതൊന്ന് വായിച്ചിട്ട് സന്തോഷിനോട് ഈ ഒരു കവിതാ സമാഹാരത്തെ പറ്റി 2 വാക്ക് പറയുവാനും അതിൽ നിന്നൊരു കവിത വായിച്ച് അദ്ദേഹത്തിൻ്റെ കവിതയുടെ രുചി നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതിന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതായിരിക്കും. ഞാൻ ഈ മുഖക്കുറി പ്രിഫേസ് അല്ല, ഫോർവേഡ് ഞാൻ വായിച്ചിട്ട് ബാക്കി ഞാൻ സന്തോഷിൻ്റെ കയ്യിൽ നിങ്ങളെ പരമേൽപ്പിക്കുന്നതാണ്. പ്രതിജന ഭിന്നമായ മനുഷ്യ ജീവിതത്തെയും വൈവിധ്യമാർന്ന അനുഭൂതികളെയും ആഴത്തിൽ പഠിക്കാൻ സൗകര്യം നൽകുന്ന ഒരു മണ്ഡലമാണ് അഭിഭാഷക വൃത്തി.
ഈ രംഗത്ത് വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വഴി ശ്രീ സന്തോഷ് കണ്ണഞ്ചിറ ഉൾക്കൊണ്ട ചില അനുഭൂതികളാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരം. ബാല്യ സൗഭാഗ്യ സുരക്ഷിതത്വ സംബന്ധമായ ഗൃഹാതുരത കലർന്ന വ്യാമോഹങ്ങൾ മുതൽ ജ്ഞാനം അന്തമറ്റൊരു സാഗരമാണെന്ന പക്വചിന്തകൾ വരെ എത്തുന്ന വലിയൊരു ചക്രവാളത്തിനുള്ളിലാണ് ഈ കവിതകളുടെ ഘോഷയാത്ര. സമൂഹത്തിലെ തിന്മകൾ, വ്യക്തിജീവിതത്തിലെ ദുരന്തങ്ങൾ, മനുഷ്യരിൽ അന്തർലീനമായ നന്മ, ചില ജീവിത തത്വങ്ങൾ, ശാസ്ത്രങ്ങൾ എല്ലാം അതിനുള്ളിലുണ്ട്. വൃത്തപ്രസാദി കാവ്യ നിയമങ്ങൾ ആധുനിക കവികൾക്ക് പ്രശ്നമല്ലാത്തതുപോലെ സന്തോഷിനും അവ തടസ്സമാകുന്നില്ല. ശാന്തി മന്ത്രം, മരിക്കില്ല നീ, നിയമവാഴ്ച, സംസ്കാര എൻ്റെ കമ്പ്യൂട്ടർ തന്നെത്താനെ അടഞ്ഞു പോകും. സംസ്കാര നായകരുറങ്ങട്ടെ, ആരാണ് ഞാൻ, കാൽകഴുകൾ ശുശ്രൂഷ തുടങ്ങി മിക്ക കവികളും വേണ്ടത്ര ഉൾക്കാഴ്ചകളോടും ജീവിത അനുകമ്പയോടും നിരീക്ഷണ പാഠവത്തോടും കൂടെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പോകുന്നു പല കെ മാത്യുവിൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പൊ ഈ ഒരു പല കെ മാത്യു പറഞ്ഞ കണക്കനുസരിച്ച് ഒരു പക്ഷേ ഇന്നേ ദിവസം വായിക്കാൻ ഏറ്റവും ഉതകുന്ന അല്ലെങ്കിൽ പറ്റിയ കവിതയായിരിക്കും കാൽ കഴുകൽ ശുശ്രൂഷ. അതായിക്കൊള്ളട്ടെ കവിയായ എൻ്റെ സുഹൃത്ത് സന്തോഷ് നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്നും നൽകുന്ന സമ്മാനം. ബാക്കിയുള്ള കാര്യങ്ങൾ സന്തോഷിനെ ഏൽപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ യോഗ്യനാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അത് നിങ്ങൾ വിലയിരുത്തുക. കാലുകഴുകൽ ശുശ്രൂഷ ഒരു കാലിക പ്രാധാന്യമുള്ള, കാലിക തന്നെ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. അതിനേക്കാളും അല്പം കൂടെ നീണ്ട കവിതകൾ ഇതിലുണ്ട്. ഇതില് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മുഴുവൻ സ്പർശിക്കുന്ന പല മേഖലകളെ ടച്ച് ചെയ്തിട്ടുള്ള കവിതകളാണ് സന്മനസ്സുള്ളവർക്ക് അശാന്തി എന്നുള്ള പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 56 കവിതകളാണ്. നാഷണൽ ബുക്ക് സ്റ്റാളാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, കോട്ടയം. അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ കാൽകഴുകൽ ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു പാട്ടുകാരനൊന്നും അല്ല കേട്ടോ, എങ്കിലും ഞാൻ എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ അതൊന്ന് ചൊല്ലാം. അതിങ്ങനൊരു പാട്ടുണ്ടല്ലോ, പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. അപ്പൊ സന്തോഷം പാടിക്കും. അച്ഛൻ നല്ലൊരു പാട്ടുകാരനാണെന്ന് കൂടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. സന്തോഷം. വായി തോന്നുന്നത് അച്ഛന് പാട്ട്. അപ്പൊ ഞാൻ തുടങ്ങാം. കാലുണ്ടോ കഴുകുവാൻ വിനയം വെളിപ്പെടാൻ, കഴുകിയ കാലുകൾ ആചാര്യൻ തന്നെ കൊട്ടും കുരവയും ഘോഷവും മേളമായി നാടെല്ലാം സാക്ഷിയായി തന്നെ കഴുകണം. ഫ്ലെക്സുകൾ നിരന്നു നാട്ടിൽ പരക്കെയും, ഇന്നിന്ന മെത്രാൻ ഇവിടെ കഴുകിടും. പത്രക്കാർ ടി വിക്കാരെല്ലാരും എത്തിയോ, എങ്കിൽ തുടങ്ങാം കഴുകലാഘോഷമായി. കർത്താവിനെ കളിയാക്കുവാൻ ഈ വിധം കഴുകല്ലേ കയ്യാപ്പ ഹന്നാസുമാരെ, കഴുകേണ്ട തുള്ളത്തിൽ നിറഞ്ഞൊഴുകിയിടുമീ ലോകത്തിൻ മോഹം അഹങ്കാര ദാഷ്ട്യവും. ഉച്ച കവിതയാണ്. അതിച്ചിരൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നമ്മുടെ ആളുകൾക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടും. എനിക്കിത് എഴുതണമെന്ന് തോന്നിയത് നേരത്തെ ഉള്ള പ്ലാനിംഗ് ഒന്നും അല്ല. ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുകയാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന കപടതയുടെ ഓരോ വേഷങ്ങൾ കാണുമ്പോൾ അത് വലിച്ചു കീറാനായിട്ടുള്ള ഒരു തീക്ഷ്ണമായ ഒരു വൈരാഗ്യ ബുദ്ധി എന്നില് ഉച്ചിരതൊട്ടയുണ്ട്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു കുറ്റബോധം എനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കവിതയുടെ രൂപത്തില് അതങ്ങ് പ്രസവിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ കൂടുതലായിട്ടൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു ചിന്തയെ ഉണർത്തി വിടുക, അതായത് ബെൻസിലും കാഡിലാക്കിലും കോടികൾ വിലയുള്ള കാറുകളിൽ വന്ന് കാലുകഴുകൽ എന്നുള്ള പ്രഹസനം നടത്തി പോകുന്ന പല മെത്രാന്മാരുടെയും പല ചടങ്ങുകളും
ഞാൻ കൊച്ചിലെ തൊട്ട് കാണുവാൻ ഇടയായിട്ടുണ്ട്. അപ്പം അതിന്റെ അർത്ഥശൂന്യത അത് ഈ വിശ്വാസി സമൂഹത്തെ അല്ലെങ്കിൽ ഈ സാധുക്കളായ വിശ്വാസികളെ എന്തുമാത്രം തെറ്റായ ഒരു സന്ദേശമാണ് അവർക്ക് ഇവരുടെ ഈ പ്രവൃത്തി മൂലം നൽകുന്നതെന്നും കർത്താവ് കാല് കഴുകിയത് എങ്ങനെയാണെന്നും ഇവര് ചെയ്യുന്നത് എന്താണെന്നും ഉള്ള ഒരു വിവേചന ബുദ്ധിയോടുകൂടി ഇതിനെ കാണണമെന്നും ഇത് വെറും ഒരു ഡ്രാമ മാത്രമാണെന്നും ഈ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് ഞാൻ വിളിക്കുന്ന സെമിനാരിയിലെ അഭ്യാസങ്ങളിൽ ഒന്ന് മാത്രമാണ്. സ്കൂൾ ഓഫ് ഡ്രാമ, വെരി ഗുഡ്. ഇതൊന്നും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് ആ രീതിയിലേക്ക് നിങ്ങൾ വസ്തുതകളെ സത്യത്തിന്റെ കണ്ണാടിയിലൂടെ കാണണമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ കവിതയുടെ ഉദ്ദേശം. എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ശിഷ്യന്മാരുടെ കാല് കഴുകിയ യേശു മറ്റാരുടെയും കാല് പിടിച്ചിരുന്നില്ല. അങ്ങനെ ആരുടെയെങ്കിലും കാല് പിടിച്ചതായി യാതൊരു പരാമർശവും ചിത്രീകരണവും സുവിശേഷങ്ങളിലില്ല. എന്നാൽ ഇന്ന് നാടകം പോലെ ആണ്ടിലൊരിക്കൽ 10 പേരെ പിടിച്ച് നിരത്തിയിരുത്തി ക്യാമറയുടെ മുമ്പിലിരുന്ന് കാല് കഴുകുന്ന മെത്രാന്മാർ ബാക്കിയുള്ള സമയങ്ങളിൽ രാഷ്ട്രീയക്കാരുടെയും കസേരയിലിരിക്കുന്നവരുടെയും കാല് പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ കാലുപിടുത്തവും കാല് കഴുകലും ഏതോ ഒരു അപാകതയിൽ ചെന്ന് മുട്ടി നിൽക്കുന്നു എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരികയാണ്. ഇത് അച്ഛൻ ഞാനൊരു സെന്റൻസ് പറഞ്ഞോട്ടെ. അതായത് ഇത് കർത്താവിനെ കളിയാക്കുക തന്നെയാണ് ഈ കാലുകളിലൂടെ നടത്തുന്നത്. തീർച്ചയായിട്ടും, സംശയമില്ല. തീർച്ചയായിട്ടും. അപ്പൊ അത് ഈ കവിതയിൽ പറയുന്നത് പോലെ 4 പേര് കാണുന്നില്ല എങ്കിൽ ആരുടെയെങ്കിലും കാല് ഇവർ കഴുകുമോ എന്നതിന് യാതൊരു സംശയവുമില്ല, കഴുകത്തില്ല. അത് മാത്രമല്ല, നേരത്തെ ലൈഫ് ബോയ്സ് ഒപ്പിട്ട് അത് തന്നെ. പക്ഷെ ഈ കോമാളിത്തരം കണ്ട് സായുജ്യമടയുന്ന ആളുകളെ പറ്റി നാം എന്താണ് പറയുന്നത്? ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതെ അതെ. അതായത് വസ്തുതകളായിട്ട് കാണാനായിട്ടുള്ള അവരുടെ തലച്ചോറിന്റെ ആണി ഊരിയെടുക്കപ്പെട്ട പാവം മനുഷ്യൻ. അയ്യോ. പക്ഷെ അവരുടെ ആണി ഊരിയത് ആരാണ്? ഈ സഭ പൗരോഹിത്യം തന്നെ. അതെ, വലിയൊരു അപരാധമായത്. അപരാധം. ഒരു ചെറിയ കവിതയും കൂടെ വായിക്കട്ടെ. തീർച്ചയായിട്ടും വായിച്ചാട്ടെ. സന്തോഷം. ഇതെല്ലാം 2009, 2010 കാലങ്ങളിൽ എഴുതിപ്പെട്ടിട്ടുള്ളതാണ്. ആയിക്കോട്ടെ. അതിന്റെ പേര് വരവേൽപ്പെന്നാണ്. ഗുഡ്. മെത്രാസനത്തിൻ അരമന കെട്ടുവാൻ മെത്രാനിറങ്ങി പിരിക്കുന്ന കാലം വന്നു വിളംബരം പള്ളിയിലെങ്ങും വൻതുക നൽകിയാൽ ഏറ്റുവാങ്ങാനായി മെത്രാച്ചനെത്തും പരിവാരമോടെ. ഇളകി പ്രമാണിമാർ പുത്തൻ പണക്കാർ ഉലകങ്ങൾ ചാർത്തും പണസഞ്ചിയോടെ ആഡംബരക്കാറിൽ അംഗരക്ഷകരുമൊത്താഘോഷപൂർവം മെത്രാന്റെ സംഘം എത്തുന്ന നേരത്തെന്നയൽ വീടിന്റെ ചാരത്ത് പാർക്കുന്ന ലാസറാം ഞാനും ഓടിയാക്കി എന്റെ ചെറ്റക്കുടിലും ദീപം കൊളുത്തി മെത്രാനെ ഏൽപ്പാൻ. ഭക്തി വിശ്വാസവും പ്രത്യാശയും ചേർത്ത് കാത്തുനിന്നു എന്റെ പൊന്മക്കളൊപ്പം. അപ്പുറത്തെത്തുന്ന പൊൻതിരുമേനി ഇപ്പുറത്തേക്കൊന്നു നോക്കാതിരിക്കുമോ? കൃത്യമായെത്തി സൽക്കാരശേഷം മെത്രാൻ ഇറങ്ങി പണസഞ്ചിയോടെ. നോക്കിയില്ലെന്നുടെ ചെറ്റക്കുടിലതും സാധുവാമെന്നുടെ പൊന്മക്കളെയും. തേങ്ങിക്കരഞ്ഞുകൊണ്ടെൻ കിടാവോതി നോക്കാഞ്ഞതെന്തേ തിരുമേനി നമ്മെ. ഞെട്ടിത്തരിച്ചു ഞാൻ വാക്കുകൾ കിട്ടാതെ. രോഗിയാം എന്നെ കൊണ്ടായില്ല മക്കളെ 4 സംഖ്യയും ഒന്നിച്ചു നൽകുവാൻ. പക്ഷേ മൊഴിഞ്ഞില്ല ഞാൻ എന്റെ സംശയം. ഐഹികമല്ലെന്റെ രാജ്യമെന്നോദിയ മിശിഹായുമായിട്ട് ഇവർക്കെന്തു ബന്ധം? മിശിഹായുമായിട്ട് ഇവർക്കെന്തു ബന്ധം? 18/10/2009 എഴുതിയ ഒരു കവിതയാണ്. ഈ കവിത കേട്ടപ്പോ എന്റെ മനസ്സിൽ വന്ന എന്താണെന്നറിയാം? വാഴക്കുല എന്ന് പറയുന്ന കവിതയില്ലേ? മലയപ്പുലേന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ചങ്ങമ്പുഴയല്ലേ? ചങ്ങമ്പുഴ. ഏതാണ്ട് അതിനോടടുത്ത് വരും. മനസ്സിലായല്ലേ? പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിൽ മെത്രാനെ കുറ്റം പറയത്തില്ല. ഞാൻ കുറ്റം പറയുന്നത്
മെത്രാനെന്ന് നോക്കിയാൽ സായുജ്യം അടയണമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അപ്പനമ്മമാരുടെ മണ്ടത്തരമാണ്. മെത്രാൻ സാധാരണ മനുഷ്യനാണെന്നും വേഷഭൂഷാദി കൊണ്ട് ആരുടെയും മാന്യതയോ മേന്മയോ വർദ്ധിക്കുകയില്ല എന്നുമാണ് മൂളയുള്ള അപ്പനമ്മമാർ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അച്ഛാ, അതിനെ സംബന്ധിച്ച് സർവശക്തനായ തുന്നൽക്കാരൻ എന്ന് പറഞ്ഞ എന്റെ വേറൊരു കവിതയുണ്ട്. അതും കൂടെ വായിക്കാം. അത് ഈ ബുക്കിലല്ല, വേറൊരു ബുക്കിലാണ്. അതിന്റെ സാരാംശം പറഞ്ഞാലും മതി. അതിന്റെ സാരാംശം തയ്യക്കാരനാണ് ഇവരെ എല്ലാം സൃഷ്ടിക്കുന്നത്. കറക്റ്റ്. ഞാനിത് ടെക്സ്റ്റൈൽ മിനിസ്ട്രി എന്നാ പറയുന്നത്. ടെക്സ്റ്റൈൽ സത്യവാദം. തയ്യക്കാരൻ ഇല്ലെങ്കിൽ ഈ പരിപാടി തീർന്നു. അതെ കറക്റ്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. സർവശക്തനായ തുന്നൽക്കാരൻ. അത് തന്നെ. ഒന്നാം തരം ചിന്ത. ഈ തയ്യക്കാരനില്ലെങ്കിൽ മെത്രാനും ഒതുങ്ങും, നാടകക്കാരും ഒതുങ്ങും. ഒരു നാടകം കളിക്കാനൊക്കെ. ഈ തയ്യക്കാരനുള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ സമൂഹത്തിലെ എല്ലാ നാടകങ്ങളും, രാഷ്ട്രീയം തൊട്ട് മതം തൊട്ട് എല്ലാ നാടകങ്ങളും നടന്നു പോകുന്നു. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവരെ സൃഷ്ടിക്കുന്നവരാണ് തയ്യക്കാരൻ. അതെ തയ്യക്കാരനെയാണ് നമ്മൾ വാസ്തവത്തിൽ പൂജിക്കേണ്ടത്. അതല്ലേ ദൈവം ആദ്യം ചെയ്ത പണി തയ്ക്കുക എന്നുള്ളതായിരുന്നു. ആദാമും ഹവ്വായും നഗ്നരാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ ഇല കൊണ്ടൊക്കെ ചില പണി ചെയ്തപ്പം ദൈവം അവർക്ക് തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തു. അപ്പൊ തയ്യൽ അത്ര കൊച്ചു പണിയൊന്നും അല്ല എന്ന് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതായാലും എനിക്ക് സന്തോഷിന്റെ ഈ സർഗാത്മകതയുടെ നന്മ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജനത്തിന്റെ മധ്യത്തിൽ ഹ്രസ്വമായിട്ടെങ്കിലും അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. അതിന് സമയം കണ്ടെത്തിയ സന്തോഷിനോടുള്ള ഞങ്ങളുടെ ഏവരുടെയും നന്ദി, ബഹുമാനം, ആദരവ് അറിയിക്കുന്നു. ഇപ്രകാരമുള്ള സഹകരണം ഇനിയുള്ള നാളുകളിൽ കൂടുതലായി പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അർത്ഥവത്തായ കൂടുതൽ കവിതകൾ, മനുഷ്യർക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുവാൻ പര്യാപ്തമായ ജീവിതത്തിൻ്റെ ഊഷ്മളത വഹിക്കുന്ന പദ്യങ്ങൾ, കാവ്യങ്ങൾ കൂടുതൽ രചിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. ചിന്താശേഷിയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പില് ഈ ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് അച്ഛൻ എനിക്കൊരു അവസരം തന്നതിലുള്ള നന്ദിയും എന്നെ കേട്ടവരോടുള്ള കടപ്പാടും ഞാനും അറിയിക്കട്ടെ. താങ്ക് യു.